94 കോടി ചില്ലുവാനമാണ്. 100 കോടിക്ക് താഴെയുള്ളൂ ഒരു വർഷത്തെ അധിക ബാധ്യത സംസ്ഥാന സർക്കാരിന്. പഴയ വാഹനങ്ങൾ വാങ്ങി പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ബജറ്റിൽ നീക്കി വെച്ച് എത്രയാ 100 കോടി രൂപ. ജെയ്ക്ക് നെഞ്ചത്ത് കൈവച്ച് പറ, അതെങ്കിലും ഈ 10,000 അംഗീകരിച്ച് ഈ സമരം തീർക്കാതിരിക്കാനും മാത്രം ഗതികെട്ട കോലത്തിലാണോ കേരളത്തിന്റെ ഖജനാവ്? എന്താ മുഖം പറ്റിയത് മോനെ? സാറിയോച്ച് ഉത്തരം കൊടുക്ക്. ഇന്നലെ ബഹുമാനിയായ ആരോഗ്യമന്ത്രി ന്യൂഡൽഹിയിൽ ചെല്ലുമ്പോൾ ആരോഗ്യമന്ത്രിയോട് ചോദിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തകൻ. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ പറയുന്നു അത്രേ, അവരുടെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് ആ മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവിലെ വർധനവല്ല, ഞങ്ങൾക്ക് വേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഓണറേറിയത്തിലെ വർധനവാണ്. അതായത് ബി.ജെ.പിയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഞങ്ങളില്ല, മറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ മതി. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. നോക്കിയാ എന്നെ തിരുത്താൻ വരില്ലേ? കേരളത്തിലെ 26,000-ലധികം ആശമാർക്ക് യൂണിയൻ ഗവൺമെന്റ് നൽകാനുള്ളത് 100 കോടി രൂപയാണ്. 636.88 കോടി രൂപ കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് പിടിച്ചു വാങ്ങിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. അപ്പോഴോ ആ ബി.ജെ.പിയുടെ നേതാവ് നിങ്ങളുടെ സമരപന്തലിൽ വരുന്നു, നിങ്ങൾക്ക് കിറ്റ് നൽകുന്നു, നിങ്ങൾ സെൽഫി എടുക്കുന്നു, നിങ്ങൾ ആർത്തുല്ലസിക്കുന്നു. അതിനൊന്നും ഇല്ലേ? ബി.ജെ.പിയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഞങ്ങളില്ല, മറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ മതി. അങ്ങനെ ഒരു സമീപനം ഈ സമരത്തിനുണ്ട്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. RSS നേതാക്കന്മാർ ഇവരുടെ സമരപന്തലിൽ വരുന്നു. ഞാൻ പറയുന്നത് ബി.ജെ.പിയുമായി ഒരു തരത്തിലും സമരയോജിപ്പിന് CPM ഇല്ല എന്ന് ജെയ്ക്ക് നിലപാടുണ്ടോ? നീ അറിഞ്ഞ ഞാൻ പെട്ടു. കണ്ടതല്ലേ വിഷല? ജെ.സി. തോമസ് വിഷൽ കാണിക്കുക. താങ്കൾ ഇപ്പൊ പറഞ്ഞെന്താ? താങ്കൾ ഇപ്പൊ പറഞ്ഞ സംശയം എന്താ ചോദിച്ചത്? സംശയം വേണം ജെയ്ക്ക്. വിഴിഞ്ഞം സമരകാലത്ത് സമരം പൊളിക്കാൻ CPM ജില്ലാ സെക്രട്ടറിയും ബി.ജെ.പിയുടെ ജില്ലാ സെക്രട്ടറിയും തോളോട് തോൾ ചേർന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ സമരം ചെയ്ത സെക്രട്ടറി തമ്മിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് ബി.ജെ.പിക്കാരൻ സമരപ്പന്തൽ വന്നതിനെ വല്ലാതെ അപരാധമാക്കല്ലേ ജെയ്ക്ക്? അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. തോളോട് തോൾ ചേർന്ന് നിൽക്കുക സയാമീസ് സെക്രട്ടറികളെ പോലെ നിങ്ങളുടെ നേതാക്കൾ. ബി.ജെ.പി നേതാവും മാനാവൂർ നാഗപ്പനും. ജെയ്ക്ക് ഒരു കേന്ദ്രമന്ത്രി സമരപ്പന്തൽ വന്നതിനെ വല്ലാതെ പഴിക്കല്ലേ? ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ചകെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.